അയ്യോ ഏട്ടാ പൂവല്ലേ. എന്താ പറയണ്ടേ? എടി കമ്മല് ഇങ്ങോട്ട് ഇട്ടോ കറവണ്ടി. ഇതാണ് ഇതിങ്ങനെ ഇടുന്നത്. അത് മൂക്കട്ടം തടഞ്ഞു നിർത്താനുള്ള അല്ല പോടാ സംഗീതേട്ടാ. അല്ല സംഭവം പക്ഷെ ഇങ്ങോട്ട് ഇട്ടിട്ട് ഈ നോക്കിണ്ടോ? അത് വേറെ ഇടലുണ്ട്, വേറെ ഉണ്ടല്ലേ ഓട്ടണക്ക്. ഓട്ടല്ല ഞാൻ മൂക്കുത്തിട്ട് വെച്ച് നമ്മളുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്തില്ല, ഈ ഒരു സാരി ഞാൻ തരാം. നല്ല ഭംഗിയായിരിക്കും. ഇവനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, ഇവനെ ഞാൻ വർഷങ്ങളോട്ട് കാണാൻ തുടങ്ങുമ്പോൾ മുതൽ ഇവൻ 2 കാലിൽ ഉണ്ടെങ്കിലും 4 കാലിലാണ് ഞാൻ കാണുന്നത്. 4 കാലിൽ കാണുന്ന ഒരു നാറിയാണ്. എന്നിട്ട് അത് കൂടാതെ ഇവനുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ, ഇവനെ കൊണ്ട് ആകെയുള്ള എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മാസത്തിൽ 2-3 മാസം കൂടുന്നതിന് മാസത്തിൽ ഒരു വട്ടമെങ്കിലും എടി 100 രൂപ അയച്ചേ എന്ന് പറയുകയും ജീപ്പ് 200 രൂപ അയച്ചേ പെട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കും. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ശല്യങ്ങളൊന്നുമില്ല. പിന്നെ ആ 100 രൂപ ഇവൻ എങ്ങനെ മുതലെടുക്കാന്ന് വെച്ചാൽ, ഇവിടെ ഇതുപോലെ ഫിലിം ഫെസ്റ്റിവലൊക്കെ കാണുമ്പോൾ അവൻ്റെ ഈ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ഫുഡ് വാങ്ങി തരും. അപ്പോൾ അതെനിക്ക് മുതലായി. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പൊ ഈ പ്രാവശ്യം ബോളിയും പായസം വാങ്ങി തന്നിട്ടുണ്ട്. ഇനി അടുത്ത എടാ നിന്റെ കോട്ട ആയിട്ടില്ല കേട്ടോ. ഇന്ന് വേണ്ട നാളെ മതി. നാളെയും കൂടി ഉണ്ട് ഞാൻ. നാളത്തെ ഉച്ചക്കത്തെ ഭക്ഷണം അങ്ങനെയാണ് എന്നെ പറ്റിയിട്ട് കേട്ടില്ലേ. അപ്പൊ ഇതാണ് ഞാൻ സ്ത്രീജനങ്ങളുടെ കൂടെ ഉള്ള എന്റെ അവസ്ഥ. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ ഓരോ സ്ത്രീജനങ്ങളുടെ കൂടെ നടക്കുന്നത്. അപ്പൊ നാട്ടിലെ ഈ വീഡിയോ കാണുന്ന എല്ലാ മൈരന്മാർക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. ഓക്കെ, ശരി.